റംഷി ഹായ്. ഞാൻ വിചാരിച്ചു കേട്ടോ ഈ ലൈവിൽ കയറുമായിരിക്കും, കാരണം സ്ഥിരമായിട്ട് എൻ്റെ ലൈവിൽ കയറുന്ന ആളല്ലേ. എന്തൊക്കെയുണ്ട് വിശേഷം? ഇപ്പോൾ അവിടെ എത്ര മണിയായി? വൈഷ്ണവ് ഹായ്. വൈഷ്ണവ് ഏതോ ലൈവിൽ ഞാൻ ആളെ കണ്ടിട്ടുണ്ട്. ന്യൂ ലുക്ക്. അത് ഇന്നൊരു സന്തോഷ വാർത്തയുണ്ട് കേട്ടോ, അതാണ് ഞാൻ ലൈവിൽ വന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയണമെന്ന് തോന്നി. അശ്വതി എസ് ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹായ്. ദിവ്യ സജീഷ് ഹായ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ രാംസുഖി എന്നല്ലേ തോന്നുന്നു. ഹായ് ചേച്ചി. പിന്നെ ഹലോ കേട്ടോ. പിന്നെ ഹലോ കുട്ടീസ് ഹായ്. റംഷി ഇവിടെ 6 ഓക്കെ. എന്താ സന്തോഷ വാർത്ത? അതാണ് നിങ്ങൾ എന്താ പറയുക, കുറച്ച് ആൾക്കാരും കൂടെ വരട്ടെ, ഞാൻ എന്തായാലും അത് പറയും, കാരണം നിങ്ങളുടെ അടുത്താണ് എനിക്കത് ഫസ്റ്റ് പറയേണ്ടത്. അശ്വതി എസ് ഇപ്പം സുന്ദരി ആവുന്നുണ്ടല്ലോ, അതാണ് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ സുന്ദരിയായിട്ട് വരുന്നത്. നൈക്കൂസ് എൻ്റെ കീ കുട്ടീസ് ഹായ്. സുമിഷ ഹായ് കേട്ടോ. റാംസുഖി എന്താ ഹാപ്പി ന്യൂസ്? അത് വെയിറ്റ് ചെയ്യും, ഞാൻ എന്തായാലും പറയും. എന്ന് വെച്ചാൽ ഞാൻ ഈ ലൈവ് എൻജോയ് ചെയ്യുന്നവരെ ഞാൻ നിങ്ങളിവിടെ പിടിച്ച് നിർത്തുമൊന്നുമില്ല. ഒരു 50 വരെ നമുക്ക് നമ്മുടെ ഇതിൽ ആൾക്കാർ വരട്ടെ, അപ്പം ഞാൻ എന്തായാലും പറയും. 50 വരെ പോവുമോ നോക്കാം നമുക്ക്. ചില സമയത്തൊക്കെ പോവാറുണ്ട്. ചേട്ടന് ലീവ് കിട്ടി എന്നാണോ? അതാണോ സന്തോഷം? അല്ല, അതെന്താ സന്തോഷം? അതെന്തായാലും ഞാൻ പറയും. അതുകൊണ്ടാണ് നിങ്ങൾ പെട്ടെന്ന് അങ്ങനൊരു സന്തോഷ വാർത്ത കേട്ടപ്പം നിങ്ങളുടെ അടുത്ത് എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ലൈവിൽ വന്നു. ഞാൻ കാരണം ലൈവ് ഇടാൻ വിചാരിച്ച ഒരാളല്ല. അതായത് ഈ സമയത്ത് ലൈവ് ഇടാൻ വിചാരിച്ചിരുന്നില്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ലൈവിൽ വന്നതാണ്. ലാസ്റ്റ് ചെയ്ത റീൽസ് സൂപ്പർ ആയിട്ടുണ്ട്, ക്യൂട്ട് ആയിട്ടുണ്ടായിരുന്നു. താങ്ക് യു കേട്ടോ. ഇൻസ്റ്റയിൽ കണ്ടല്ലോ. ദിവ്യ സജീഷ് എന്താ ഇൻസ്റ്റയിൽ കണ്ടേ പറ. ഹാരി പോട്ടർ ഹായ്. സന്തോഷ വാർത്ത പെട്ടെന്ന് ഒരു എക്സാം ബൈ. എടാ സന്തോഷ വാർത്ത ഞാൻ എന്തായാലും സ്റ്റോറിയൊക്കെ ഇടുവടാ. പിന്നെ എനിക്ക് തോന്നി അത് പിന്നെ നിങ്ങളുടെ അടുത്ത് ആദ്യം പറയണമെന്ന്. വാർത്ത പെട്ടെന്ന് പറ. അങ്ങനെ വാർത്ത പെട്ടെന്ന് പറഞ്ഞാൽ എന്താ ഒരു രസമുള്ളത്? ലൈവ് വരുമ്പോൾ എപ്പോഴും വെറുതെ സംസാരിക്കുക അത് മാത്രമല്ല, ഇതൊരു ഇടയ്ക്കൊരു എന്താ പറയുക, സർപ്രൈസ് പോലെ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ, അതല്ലേ രസം. എന്തായാലും നിങ്ങളുടെ തന്നെയാണ് ഞാൻ ഫസ്റ്റ് പറയുന്നത്. അത് വേറെ കാര്യം. എന്താ സന്തോഷ വാർത്ത പെട്ടെന്ന് പറ. എടാ അതായത് ഞാൻ ഈ സന്തോഷ വാർത്ത എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര നിങ്ങളെ ഇങ്ങനെ ആകാംക്ഷയിൽ മുൾമുനയിൽ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ. അതിന് മാത്രം നിങ്ങൾക്ക് ആ സന്തോഷം, അതായത് ഇപ്പം എനിക്കുള്ള എക്സൈറ്റ്മെൻറ്റ് ഇപ്പം നിങ്ങൾക്ക് മേ ബി ഉണ്ടാവണം എന്നില്ല, പക്ഷെ എന്നെ സംബന്ധിച്ച് അത് വലിയൊരു ഹാപ്പി ന്യൂസ് ആണ്. പിന്നെ അയ്യോ ചേച്ചി പുതിയ വണ്ടി എടുക്കുകയാണ്, അതൊന്നും അല്ല കേട്ടോ. അങ്ങനത്തെ വലിയ കാര്യങ്ങളൊന്നും ഇൻസ്റ്റയിലും പറയുമോ? അത് ഞാൻ പോവാം. ഇൻസ്റ്റയിൽ എന്തായാലും ഫോളോ ചെയ്തിട്ടില്ല, അപ്പോൾ ഇൻസ്റ്റയിൽ ഞാൻ എന്തായാലും അത് ഷെയർ ചെയ്യും. കാശി ഇവിടെ ഉണ്ട് കേട്ടോ. കാശി പിന്നെ അവൻ്റെ മാമൻ്റെ കൂടെ കളിക്കായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ TV കാണുമായിരിക്കും, അങ്ങനെ ഓരോരോ പരിപാടികൾ. കാരണം കാശിനെ ഞാൻ ലൈവിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എനിക്കിത് ലൈവ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ഒരു ലൈവ് ഞാൻ അവനെയും കൂട്ടിയിട്ട് ഇരുന്നതാണ്. അപ്പോൾ ഭയങ്കര സീനായി. ഇലക്ട്രിക്കൽ പ്ലംബിംഗ് വ്ളോഗ്സ് ഓക്കെ. അതാരാ? ചേച്ചി നെയിൽസ് സൂപ്പർ. അതാരൊക്കെ എൻ്റെ അടുത്ത് പറയുന്നത് കേട്ടോ, നിങ്ങളുടെ കണ്ടോ. പിന്നെ ഇംഗ്ലീഷ് എന്താ ഉദ്ദേശിച്ചത്? ഇംഗ്ലീഷ് അയ്യോ, വേറെ ആർക്കും മെസ്സേജ് അയക്കാനൊന്നും പറ്റില്ലേ ഇനി ഇത് കാരണം. പാട്ട് പാടുവോ? വോയിസ് കേട്ടിട്ട് തോന്നും. ഇല്ല കേട്ടോ, ഞാൻ പാട്ട് പാടില്ല. എൻ്റെ വോയിസ് അത്രയ്ക്ക് പാട്ട് പാടാൻ കൊള്ളില്ലാത്തൊരു വോയിസാണ്. പക്ഷെ ഞാൻ വേണമെങ്കിൽ പാടാം, കാരണം അത്രയും സന്തോഷത്തിലാണ് ഞാൻ. ഇൻസ്റ്റയിൽ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടോയെന്നാണോ? ചെയ്തുക്കുന്നോ? ഇല്ല കേട്ടോ, എനിക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ കാവ്യശ്രീ ഹായ്. ഹലോ കുട്ടീസ്. ചേച്ചി ക്യൂട്ട്. താങ്ക് യു. ഇഫ് യു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് പേ 100. പിന്നെന്തൊക്കെയാണ്? പറയൂ. വേറെന്താ പറയൂ. ലോട്ടറി അടിച്ചോന്ന്? അങ്ങനെ ലോട്ടറി അടിച്ചോന്നല്ല കേട്ടോ, അതൊന്നുമല്ല. എനിക്കിങ്ങനെ ഇരുന്നിട്ടിങ്ങനെ ഫോൺ പിടിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ട്. ഞാനൊന്ന് ട്രൈപോഡ് സെറ്റ് ചെയ്യട്ടെ. അയ്യോ അത് പോയോ ഈശ്വര, എന്താ പറ്റിയേ?